അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം ചതയവും പൂരോരുട്ടാതി മുക്കാലും. പൂരോരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. വളരെ ഒരു ജീവസുറ്റ ഒരു കാലമാണ് കുംഭക്കൂറുകാർക്കുള്ളത്. ബുധനും ചൊവ്വയും രാഹുവും ലഗ്നത്തിലാണ്. അവരുടെ ഒരു പ്രവർത്തനശേഷി കുറച്ചൊന്ന് വികസിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കൂടുന്നതായിട്ടോ ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ചില തീരുമാനങ്ങൾ കരിയറിലും ബിസിനസ്സിലും അല്ലെങ്കിൽ ജോലി ഇതിലൊക്കെ തിടുക്കത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കും. അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളും ഒക്കെ മറ്റുള്ളവർക്ക്, കൂടെ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ സബോർഡിനേറ്റ്, ബോസ്, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാകാം. എങ്കിലും പൊതുവേ അവർ വളരെ ഊർജ്ജസ്വലന്മാരായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. അവരുടെ കരിയറിലോ ജോലിയിലോ ഒക്കെ പുതിയ അവസരങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ധനപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ലാഭവും, അതേപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ഈ ഗാംബ്ലിംഗ് ബിസിനസ് നടത്തുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നത്, സ്പെക്കുലേറ്റീവ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭവും അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടവും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് പൊതുവേ അനുകൂലമാണ്. എങ്കിലും ചില മാനസിക പ്രശ്നങ്ങളോ ഒക്കെ കൊണ്ടുണ്ടാകാവുന്ന തലവേദനയും അല്ലെങ്കിൽ അങ്ങനെ ശിരസ് സംബന്ധമായിട്ടുള്ളതും ഒക്കെയായി ചില രോഗങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ പൊതുവേ കുടുംബാംഗങ്ങൾ തമ്മിൽ കുറച്ച് അസ്വസ്ഥതകളും വാക്ക് തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വാക്ക് വേണ്ട വിധം വിനിമയം ചെയ്ത് അതിനെയൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇവർക്ക് പൊതുവേ ഒരു പരിഹാരം എന്നുള്ളതിലേക്ക് 5-ൽ വ്യാഴമാണ്, അനുകൂലമാണ്. ദൈവാധീനം അവർക്കുണ്ട്. അത് വർദ്ധിപ്പിക്കത്തക്ക വിധത്തിൽ വിഷ്ണു സഹസ്രനാമ ജപം നടത്തുക, സഹസ്രനാമ അർച്ചനയും മറ്റും ക്ഷേത്രത്തിൽ നടത്തിക്കുക. ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് പരിഹാരമായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിന് കുറച്ച് സമയം കാത്തിരുന്ന് ചെയ്യുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു.